പത്തനംതിട്ടയിൽ മരിച്ചയാളുടെ പേരിൽ വോട്ട് ചെയ്തത് അന്വേഷിക്കാൻ 3 അംഗ സമിതി. അന്വേഷണത്തിന് സബ് കളക്ടർ നേതൃത്വം നൽകും. വോട്ട് മാറി ചെയ്തതിൽ BLO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. പ്രവീൺ പുരുഷോത്തമൻ, ആരൊക്കെയാണ് സമിതിയിൽ, എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോവുക? നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എല്ലാ പരാതികളും പരിഹരിക്കുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു നമ്മളോട് എക്സ്ക്ലൂസീവായി. സുജയ, കഴിഞ്ഞ ദിവസമാണ് 96 വയസ്സുള്ള അന്നമ്മ എന്ന പത്തനംതിട്ട കാരിത്തോട്ട സ്വദേശിനിയുടെ വോട്ട് അവരുടെ മരുമകളായിട്ടുള്ള അതേ പേരിലുള്ള അന്നമ്മ 65 വയസ്സ് വോട്ട് ചെയ്തത്. 6 വർഷങ്ങൾക്ക് മുമ്പാണ് 96-കാരിയായ അന്നമ്മ മരിച്ചത്. പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഈ മരിച്ചയാളുടെ പേര് മാറ്റിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം BLOയും ഒപ്പം തന്നെ 2 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും കിടപ്പ് രോഗിയായിട്ടുള്ള മരുമകളായിട്ടുള്ള 65-കാരിയായ അന്നമ്മയുടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ആ വോട്ട് രേഖപ്പെടുത്തിയത് മരണപ്പെട്ടു പോയ അന്നമ്മയുടെ പേരിലായിരുന്നു. പിന്നീട് അവിടെയുള്ള LDF പ്രവർത്തകർ ഇത് കളക്ടറേറ്റിൽ വിശദമായിട്ടുള്ള ഒരു പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ഇത് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. BLO അമ്പിളിയെ നേരിൽ വിളിച്ച് മൊഴി എടുത്തിരുന്നു. BLO അമ്പിളി ഇന്നലെ തന്നെ ഒരു കുറ്റസമ്മതം നടത്തിയിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അവർ പ്രധാനമായും പറഞ്ഞത് ഈ 95 വയസ്സുള്ള അന്നമ്മയുടെ ക്രമ നമ്പർ 874 പക്ഷേ മരുമകളുടേത് 876 876 ചെയ്യേണ്ട വോട്ട് 874 ചെയ്തു, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതൊരു അബദ്ധം പറ്റിയതാണ് എന്ന് ഇന്നലെ അമ്പിളി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ ജില്ലാ ഭരണാധികാരി കൂടിയുള്ള ജില്ലാ കളക്ടർ ഇന്നലെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. BLOയും മറ്റ് 2 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് തൊട്ടുപുറകെ തന്നെ ഇലവന്തിട്ട പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തു. ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് BLO അമ്പിളി, ഒപ്പം തന്നെ അവിടുത്തെ വാർഡംഗം ശുഭാനന്ദൻ എന്നിവരെയാണ്. FIR-ലും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിലൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. BLO അമ്പിളിയും ഒപ്പം തന്നെ വാടകം ശുഭാനന്ദനും ചേർന്ന് മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ കള്ളവോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് FIR-ൽ കൃത്യമായി പറയുന്നത്. ഏതായാലും ഈ ഒരു വിഷയം അന്വേഷിക്കാനാണ് ഇപ്പോൾ സബ് കളക്ടർ ഉൾപ്പെട്ട 3 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഊർജിതമായിട്ടുള്ള അന്വേഷണം തന്നെ നടക്കും. നിലവിൽ 3 BLO അമ്പിളി ഉൾപ്പെടെ 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ 2 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസ് IPC 1860, 171D, 171F, 34 വകുപ്പുകൾ പ്രകാരവും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 134 പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പാണ് ഈ വാടകത്തിനെതിരെയും ഒപ്പം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട BLO അമ്പിളിക്കെതിരെയും എടുത്തിരിക്കുന്നത്. ഗുരുതരമായ കുറ്റം തന്നെയാണ് എന്ന് FIR-ൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗൂഢാലോചന നടന്നു എന്നാണ് FIR-ൽ പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു 3 അംഗ സമിതിയായിരിക്കും ഇനി അന്വേഷണം നടത്തുക. സബ് കളക്ടർ ഉൾപ്പെട്ട 3 അംഗ സമിതിയായിരിക്കും അന്വേഷണം നടത്തുക. ഓക്കെ, മരിച്ചയാളുടെ പേരിൽ വോട്ട് ചെയ്തതിലെ അന്വേഷണം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്നും പങ്കുവച്ചത്. റിപ്പോർട്ട്